അങ്കിളും ആന്റിയും വന്നത് ഞാൻ അറിഞ്ഞു. സത്യ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് ഡ്രസ് ആയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അതിനെന്താ മോനെ, ജോലി തിരക്കുണ്ടാവുന്നത് നല്ലതല്ലേ, ഞങ്ങൾക്കതൊക്കെ മനസ്സിലാവും. പ്രതിഭ മോള് മരുന്നും ആഹാരവും ഒക്കെ കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ സത്യ? ആ, അതൊന്നും പ്രതിഭയാരും പറഞ്ഞു കഴിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി സ്വന്തം ആരോഗ്യം സ്വയം സംരക്ഷിച്ചില്ലെങ്കിൽ കുഴപ്പമാണെന്ന് അവൾക്കറിയാം. അല്ലേ പ്രതിഭ? എന്നാ സത്യേട്ടൻ പൊയ്ക്കോ, ലേറ്റ് ആക്കണ്ട. ആ ശരി, അപ്പോ അങ്കിളും ആന്റി ഇരിക്കേ. അല്ല, ഞങ്ങളും ഇറങ്ങിയാലെന്ന് വിചാരിക്കാ സത്യ. എന്തായാലും മോളെയും സത്യനെയും കണ്ടല്ലോ. അതെന്ത് പോക്കാ സുധാ, നിങ്ങൾ എന്താ വിചാരിച്ചേ ഞാൻ പിണങ്ങിപ്പോയതാണെന്നോ? അങ്ങോട്ടിരുന്നേ. ഇരിക്കേ. വീട്ടില് വരുന്ന ബന്ധുക്കളോട് ഞാൻ എന്റെ ഉള്ളിലുള്ളത് തുറന്നു പറയും. ഒന്നും മൂടി വെച്ച് സംസാരിച്ച് ശീലമില്ലാതാ എന്നുവെച്ച് അതിഥികളോട് ഞാൻ മര്യാദകളൊന്നും കാണിക്കില്ല സുധാ. മതി അമ്മേ, അമ്മ കുറച്ചേരൊന്നും മിണ്ടാതിരിക്കെ, അവര് ചായ കുടിക്കട്ടെ. ഓ, ഞാൻ നിർത്തി. ഞാനൊന്ന് ഇറങ്ങട്ടെ അങ്ങളെ, ഞാൻ ചെന്നിട്ട് വേണം ഓഫീസ് തുറക്കാൻ. അതാ. ശരി സത്യ, മോൻ പോയിക്കോ, ഞങ്ങൾ പതുക്കെ ഇറങ്ങിക്കോളാം. ആ ആന്റി പോയിട്ട് വരാം. ശരി അമ്മേ, ശരി എന്നാ ഞാൻ ഇറങ്ങുവാ. ആ, എന്നാ പിന്നെ നിങ്ങളും ചെല്ല്, നിങ്ങളുടെ ജോലികൾ നടക്കട്ടെ. ഞങ്ങൾ കുറച്ചുനേരം ഇവിടെ ഇരുന്ന് സംസാരിക്കട്ടെ. ഇറങ്ങാൻ നേരത്തെ അച്ഛനും അമ്മയും നിന്നെ അകത്ത് വന്ന് കണ്ടോളും. ചെല്ല്. പ്രതിഭ വാ, അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ. വാ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണോ? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ മകളെ വിളിച്ചുകൊണ്ട് പോകാൻ തയ്യാറായിട്ടാ നിങ്ങൾ വന്നേന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ പ്രതിഭയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും കുറ്റം പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുറ്റവും പരാതിയും ഒന്നുമല്ല. അതെ, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും നല്ലൊരു ജോലിസരെ കണ്ട് പ്രതിഭയുടെ ജാതകം ഒന്ന് നോക്കണം. അല്ല, അതെന്തിനാ സുശീലേ? കാര്യമുണ്ട് സുധാ. ഇപ്പോഴത്തെ അവസ്ഥയില് പ്രതിഭയുടെ വയറ്റിൽ വളരുന്ന ജീവന് അതിന്റെ വിധി പോലെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അതിന് ഞാൻ വഴി കേൾക്കേണ്ടി വരുമെന്നുള്ള അവസ്ഥയാ. അതുകൊണ്ട് പറഞ്ഞതാ. അതുകൊണ്ട് ആ കുഞ്ഞിന് നല്ല രീതിയിൽ ജനിക്കാനുള്ള യോഗമുണ്ടോ, അത് ഭൂമി കാണാതിരിക്കാനാണോ വിധിയെന്ന് എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പോയി അറിയണം. അല്ല, ഒന്ന് അറിഞ്ഞു വെച്ചാ മാത്രം മതി. പിന്നെ നാളെ എന്തെങ്കിലും സംഭവിച്ചാ സത്യം അറിയാവുന്നവരായി നിങ്ങളെങ്കിലും ഉണ്ടാവുമല്ലോ. ഇനി കുഞ്ഞു സുഖമായിട്ടാണ് ജനിച്ചു വീഴുന്നതെന്ന് ജ്യോത്സ്യൻ പ്രവചിക്കുന്നതെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കുകയും ചെയ്യാമല്ലോ. എന്താ? ശരി. പിന്നെ തൽക്കാലം ഇത് വേറെ ആരും അറിയണ്ട. ഞാൻ അത്രയ്ക്കും ഭീരുവാണെന്ന് അവര് ചിന്തിക്കും. എന്നാലേ പ്രതിഭയും ഞാനിങ്ങോട്ട് വിളിക്കാം, നിങ്ങൾ സംസാരിക്കേ. അല്ല, ആരൊക്കെ ഇത്? ചീരുമോള് കുളിക്കാന്ന് തോന്നുന്നു. ഞാൻ ചീരുവിനെ വിളിക്കാം. ധൃതിയില്ല സരോജിനി, അവള് കുളിയൊക്കെ കഴിഞ്ഞ് സാവധാനം വരട്ടെ. മക്കളെവിടെയാ? അവരും ആ മുറിയില്ല. നിങ്ങൾ അകത്തേക്ക് വാ, ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം. വാ. വാ, വന്നിങ്ങോട്ടിരിക്കെ. ഞാൻ ചായ എടുത്തിട്ട് വരാം. ഇവിടെ വേറെ ആരും ഇല്ലെന്ന് തോന്നല്ലോ ഏട്ടാ. മാഷ് ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ വന്നത് വെറുതെ ആവൂലല്ലോ നീ. ആരിതൊക്കെ അമ്മേ? ഇതെപ്പോഴും രണ്ടാളും വന്നേ? ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിരുന്നതേ ഉള്ളൂ. മോള് കുളിക്കാന്ന് സരോജിനി പറഞ്ഞു. അയ്യോ, എന്നിട്ട് ആന്റി എവിടെ? ഓ, ചായ എടുക്കാൻ പോയി കാണുമല്ലേ. അമ്മ ഇരിക്കേ. സുഖല്ലേ അങ്ങളെ? ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു മോളെ. മോളിവിടെ ഇരിക്കും. മാഷും
രഘു ഒന്നും ഇവിടെ ഇല്ലേ മോളെ? ഇല്ല, അച്ഛൻ 2 ദിവസമായി അനുചേച്ചിയുടെ വീട്ടില. രഘുവേട്ടനും അമ്പിളി ചേച്ചിയും ഇന്ന് രാവിലെ അങ്ങോട്ട് പോയത്. അവിടെ എന്താ മോളെ വിശേഷം? രഘുവേട്ടൻ അവിടെ പുതിയൊരു ഗാർമെന്റ്സ് തുടങ്ങാൻ പോവാ അമ്മ. ഓ, അതിന്റെ ഉദ്ഘാടനം ഉടനെ ഉണ്ടാവും. അതുവരെ മോളും മക്കളും മാത്രമാണോ ഇവിടെ? ഞങ്ങൾക്ക് കൂട്ടിന് സരോജിനി ആന്റി ഇല്ലേ അമ്മ. ചിലപ്പോ അച്ഛൻ ഇങ്ങോട്ട് വരുമായിരിക്കും. എന്നിട്ട് ഉദ്ഘാടനത്തിന് ചിലപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോവുമായിരിക്കും. ഓണം കഴിഞ്ഞു വന്നോണ്ട് അമ്മ ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പൊ വീണ്ടും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ അമ്മയുടെയും അങ്കിളിന്റെയും മുഖത്തൊരു വിഷമം പോലെ? നിങ്ങള് എന്നെയും മക്കളെയും കാണാൻ വേണ്ടി തന്നെ അല്ലേ വന്നത്? നിങ്ങളെ കാണാൻ തന്നെയാ ഞങ്ങൾ വന്നത്. കൂട്ടത്തില് മാഷിനെ കൂടി കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. വിളിച്ചു പറയാമെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ ആലോചിച്ചപ്പോ നേരിട്ട് വന്ന് പറഞ്ഞാലേ അതിന്റെ ഗൗരവം മനസ്സിലാവും തോന്നി. എന്താ അങ്കിൾ കാര്യം? വിനയേട്ടനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമാണോ? അല്ലാതെ എന്ത് പ്രശ്നാ മോളെ ഞങ്ങൾക്കുള്ളത്? തലയുള്ള കാലത്തോളം മൂക്കിലെ വെള്ളം വറ്റില്ലെന്ന് പറഞ്ഞതുപോലെ എന്റെ മരണം വരെ അവൻ എനിക്കൊരു ആദി തന്നെയാ. മക്കളുടെ പേരും പറഞ്ഞ് വാങ്ങിയ ആ കാശും കൊണ്ട് അവൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുമെന്നാ വിചാരിച്ചെ. പക്ഷേ അവിടെയും അവൻ... മതി അങ്കിളെ, ഇനി എനിക്കൊന്നും കേക്കണ്ട. എനിക്കെന്നല്ല, ഇവിടെ ആർക്കും അതൊന്നും അറിയണ്ട. മോളെ, അതെ അമ്മ, ഇനിയൊന്നും കേൾക്കാനും കാണാനും വയ്യാത്തതുകൊണ്ടാണ് ഇട്ടിട്ട് പോകുന്നത്. വീണ്ടും എന്തിനമ്മ ആ മനുഷ്യന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ കുടുംബത്തിലേക്ക് കയറി വരുന്നത്? ഞങ്ങൾക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാ ചിരു. പിന്നെ വിനയന് വേണ്ടി നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. അവനെ നിങ്ങൾ ആരും അംഗീകരിക്കുകയും വേണ്ട. അവന്റെ അമ്മയായി എനിക്ക് വേണ്ടി ഒരു സഹായം ചോദിക്കാൻ വേണ്ടിയാ ഞാൻ വന്ന്. അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. അമ്മയുടെ മകൻ പുതിയ എന്ത് പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇത് അവനായിട്ടുണ്ടാക്കിയതല്ല ചീരു. അവനെ അവിടെയുള്ള ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാ. പൊട്ടനെ ചട്ടൻ ചതിച്ചാ ചട്ടനെ ദൈവം ചതിക്കുന്നൊരു ചൊല്ലില്ലേ മോളെ? ഇവിടുന്ന് എല്ലാരെയും വെട്ടി